ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 9. ജീവിതധർമ്മം. എല്ലാവരും പറയുകയും ആരും കേൾക്കാൻ തയ്യാറില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലേക്ക് എൻ്റെ ശബ്ദം കൂടി ചേർക്കുവാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ചലനത്തിലൂടെയും സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ഉള്ളതിനേക്കാൾ വളരെയധികം മൗനത്തിലൂടെയും ഞാൻ തന്നെ ആയിരിക്കലിലൂടെയും ചെയ്യുവാൻ കഴിയുമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. മൗനത്തെ തൊടുകയും ഹൃദയത്തിൻ്റെ ആഴത്തിൽ അഗാധമായി മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിവുള്ളവർക്ക് അതിൽ കൂടി ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഉയരുവാൻ കഴിയും. ലൗകികവും കൂടുതൽ പ്രകടമായ പ്രതീക്ഷകളോടു കൂടിയവയുമായ പ്രാകൃത മനസ്സുകൾ അത്യധികം നിരാശപ്പെടും. വിവേചനം കൂടാതെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും ശീലങ്ങളിലും ഉപാധികളിലും മുറുകെ പിടിക്കുകയും ചെയ്യുന്ന അവർ അത്ഭുത കൃത്യങ്ങളിലൂടെ നാം അവരെ മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവ്യക്തമായതിനെ സത്യമതാണെങ്കിൽ പോലും ആരെങ്കിലും സ്വീകരിക്കുമോ? ഉറങ്ങുന്നവരെ ഉണർത്തുവാൻ കഴിയും. ഉറക്കം നടിച്ച് കിടക്കുന്നവരെ ഉണർത്താൻ കഴിയുമോ? ചവറുകൾ സംഭരിച്ചു കൂട്ടുന്നത് നിർത്തുവാൻ ജനങ്ങൾക്ക് കഴിയുകയില്ല. എന്നാൽ ശുചീകരണം നാം ചെയ്തുകൊള്ളുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ലോകത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നാട്യങ്ങൾ, പ്രകടമായ നാട്യങ്ങളും ന്യായീകരണമില്ലാത്ത പ്രതീക്ഷകളും, ബിംബങ്ങളും വാക്കുകളും ശബ്ദങ്ങളും എല്ലാം ഇന്ദ്രിയപരവും തൊട്ടറിയാൻ കഴിയുന്നതോ മുടക്കുന്ന പണം മുതലാവുന്നതോ ആയതും. ജനങ്ങൾ അവയുടെയും പിന്നാലെ ഓടുന്നു. ജനങ്ങൾ ജനങ്ങളെയും അവരുടെ ബുദ്ധിയെയും വികാരങ്ങളെയും വിൽക്കുന്നു. അവർ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. പരുക്കൻ ശബ്ദങ്ങളുടെയും മനുഷ്യരുണ്ടാക്കുന്ന ക്രൂരമായ യാതനകളുടെയും ലോകത്തിൽ മൗനത്തിനും സൂക്ഷ്മതയ്ക്കും എന്ത് ചെയ്യുവാൻ കഴിയും? ജനങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരിക്കുമ്പോൾ നാം എങ്ങനെ അത് അനുവദിച്ചു കൊടുക്കും? ജനങ്ങൾ വിമോചനത്തിന് പകരം വികാരങ്ങളെ സ്വീകരിക്കുമ്പോൾ നാം കൊടുക്കാനായി വെച്ചത് ആർക്കു വേണം? യാഥാർത്ഥ്യം ഇതായിരിക്കെ ആരെങ്കിലും വാങ്ങുവാൻ വന്നാലും ഇല്ലെങ്കിലും ധർമ്മനിഷ്ഠയോടെ എല്ലാ ദിവസവും നാം കട തുറന്നു വയ്ക്കുന്നു. ചിലർ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് വരുന്നു, എന്നാൽ പണം മുടക്കുന്നില്ല. അവർ പുറത്തുനിന്ന് ഒളിച്ചു നോക്കുന്നു, പിന്നെ അപ്രത്യക്ഷരാകുന്നു. ചിലർ ചെറുതായൊന്ന് സ്വാദ് നോക്കുന്നു, വാങ്ങുന്നില്ല. അല്പസമയത്തിന് ശേഷം സ്ഥലം വിടുന്നു. ചിലർ കുറച്ചുനേരം നിൽക്കുന്നു, സ്വാദ് നോക്കുക പോലും ചെയ്യാതെ പോകുന്നു. വളരെ കുറച്ചുപേർ മാത്രം വില തന്നു വാങ്ങുന്നു. എന്നിട്ടും ചിലർ വാങ്ങിയത് ഉപയോഗിക്കുന്നില്ല. ചിലർ ദുർവിനിയോഗം ചെയ്യുന്നു. ചിലർ ഉപേക്ഷിക്കുന്നു. വെറും കാഴ്ചക്കാരായി വരുന്ന 10 ലക്ഷം ജനങ്ങളിൽ ഒരു പക്ഷേ ഒരാൾ കച്ചവടം ഉറപ്പിക്കുന്നു. കടക്കാരൻ പ്രതീക്ഷകളോടെ ജീവിക്കുകയാണെങ്കിൽ അയാൾ ദുഃഖിതനായി മരിക്കുന്നു. പ്രതീക്ഷകൾ കൂടാതെ ജീവിക്കുന്നുവെങ്കിൽ അയാളെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഏതായാലും വിഷയം അതല്ല. ഇതിനായി കുറച്ച് സമയം കൂടി ചെലവഴിക്കാമെങ്കിൽ തുടർന്ന് വായിക്കുക. ശാശ്വതമായ സനാതനധർമ്മത്തെക്കുറിച്ച് അഥവാ ജീവിതത്തിൻ്റെ പ്രാഥമിക നിയമങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുന്നത് നമ്മുടെ വാത്സല്യനിധിയായ ഭൂമാതാവിൻ്റെ ആത്മാവിൽ നിന്നുള്ള സന്ദേശങ്ങളാണ്. മാതാവിൻ്റെ ഉണങ്ങിവരണ്ട ശ്വാസകോശത്തിലേക്ക് കുറച്ചുകൂടി ശുദ്ധവായു നൽകുവാനായി നാം ഇതുവരെ എന്തു ചെയ്തു? കൂടുതലായി എന്ത് ചെയ്യുവാൻ കഴിയും എന്നതിനെക്കുറിച്ചൊരു ആത്മപരിശോധനയ്ക്കായി ഏതാനും മിനിറ്റുകൾ നമുക്ക് ചെലവഴിക്കാം. അമ്മ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ തിരക്കിലായിരുന്നു. എന്നെ ഓർക്കാൻ സമയം കിട്ടാത്തത്ര തിരക്കിൽ. എനിക്കത് അറിയാം, പരാതിയില്ല. നിങ്ങളുടെ ജോലി തിരക്ക് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ എപ്പോഴും വികാരഭരിതരായും വലിയ പിരിമുറുക്കത്തിലും ഞാൻ കാണുന്നു. നിങ്ങളുടെ പിതാവ്, നിത്യനായ സർവശക്തൻ, നിങ്ങൾ ഇതുപോലെ എരിഞ്ഞു തീരുവാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. വിശ്വത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും പരിപാലകനുമായ അദ്ദേഹം നിങ്ങളുടെ അത്ര തിരക്കിലല്ലെന്ന് ഓർക്കുക. ഇതിനെക്കുറിച്ച് ആലോചിക്കുക. എന്തിനാണ് ഈ ഭാരങ്ങളെല്ലാം ഏറ്റുവാൻ നിശ്ചയിച്ചത്? എന്തിനാണ് സ്വന്തം വർഗത്തെ തന്നെ കൊല്ലുന്നത്? ഇത്ര അമർഷം എന്തിനാണ്? എൻ്റെ കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പരിപോഷണവും സ്നേഹവും മാത്രമാണെന്ന് ഓർക്കുക. എൻ്റെ ആത്മാവുമായി ബന്ധം പുലർത്തിക്കൊണ്ട് ഇരുന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്രയധികം നിസ്സഹായരായി ഞെരുക്കത്തിൽ പെടുമായിരുന്നില്ല. നിങ്ങൾക്കിനിയും സമയമുണ്ട്. എൻ്റെ ആത്മാവുമായി, അത് നിങ്ങളുടെയും ആത്മാവാണ്, ബന്ധപ്പെടുക. എല്ലാ വസ്തുവിലും അതേ ആത്മാവിനെ കാണുക. എല്ലാം നിങ്ങളുടെ സഹോദരങ്ങളാണ്. പ്രിയമുള്ള കുട്ടികളെ, എൻ്റെ ദേഹം മുഴുവൻ നദികളും സമുദ്രങ്ങളും പർവ്വതങ്ങളും ജീവൻ്റെ പലതരത്തിലുള്ള പ്രകാശനങ്ങളുമാണ്.
ഓരോന്നിലും ഒരു ആത്മാവുണ്ട്. നിങ്ങളുടെ വീടിന് പുറത്തുള്ള മരവുമായി നിങ്ങൾക്ക് ബന്ധമില്ലെന്ന് കരുതരുത്. നിങ്ങൾ ഉച്ഛ്വസിക്കുന്നതിനെ മരം ശ്വസിക്കുന്നു. മരം ഉച്ഛ്വസിക്കുന്നതിനെയാണ് നിങ്ങൾ ശ്വസിക്കുന്നത്. ഈ സൂക്ഷ്മമായ സഹകരണവും അഗാധമായ സ്നേഹവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? മരങ്ങളും ചെടികളും പൂക്കളും പ്രകൃതിയുമായി നിങ്ങൾ വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അവയെല്ലാമായി അസ്തിത്വപരമായി ബന്ധത്തിലാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അവയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നത്? അവ നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ഈ ശാശ്വതമായ ബന്ധം മുറിച്ചാൽ നിങ്ങൾ എന്താണ് ശ്വസിക്കുക? നിങ്ങളുടെ കുട്ടികൾ എന്താണ് ശ്വസിക്കുക? നിങ്ങൾ ജീവിതചക്രത്തെ തകർക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ അത് ചെയ്യരുത്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതം ശോഭനമാണ്. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രതിബിംബങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഉജ്ജ്വലനാണ്. അദ്ദേഹം സർവശക്തനാണ്. അദ്ദേഹം എപ്പോഴും പ്രതാപവാനാണ്. ഒരിക്കലും ഒരു ദൗർബല്യത്തിനും പാത്രീഭവിക്കുന്നവനുമല്ല. നിങ്ങളും അതുപോലെ തന്നെയാണ്. അദ്ദേഹം ധർമ്മത്തിൽ അധിഷ്ഠിതമായി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു. ഇതാണ് ജീവിതധർമ്മം. മരങ്ങൾ ശുദ്ധവായു നൽകുവാൻ സഹകരിക്കുന്നത് പോലെ, സിംഹങ്ങൾ മാനുകളുടെ സംഖ്യാവർദ്ധനവിനെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നത് പോലെ, എല്ലാ ജീവികളും ധർമ്മത്തിൻ്റെ നിർവിഘ്നമായ നടത്തിപ്പിനു വേണ്ടി സംഭാവന നൽകുന്നു. ധർമ്മത്തെ തടസ്സപ്പെടുത്തരുത്. അത് ശാശ്വതമായി ഒഴുകണം. ധർമ്മം സനാതനമാണ്. ധർമ്മം നിങ്ങളുടെ പിതാവിൻ്റെ പ്രകാശനമാണ്. നാം എല്ലാം അതിൽ നിലനിൽക്കുന്നു. നമുക്ക് അതിൽ നിന്ന് വേറിട്ട് ഒരു ജീവിതമില്ല. ഏതെങ്കിലും ഒരു സിംഹം അതിൻ്റെ സന്തോഷത്തിനു വേണ്ടി മാത്രം കൊല്ലാറുണ്ടോ? പ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു പക്ഷിയെ മടിപിടിച്ച് കാര്യങ്ങൾ നീട്ടിവെച്ചുകൊണ്ട് കൂട്ടിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നൂറ്റാണ്ടുകളായി ഒരു ദിവസമെങ്കിലും സൂര്യൻ അവധിയെടുത്തിട്ടുണ്ടോ? ജനന മരണക്രമത്തിൽ എന്തെങ്കിലും മാറ്റം കണ്ടിട്ടുണ്ടോ? ജനിച്ചതെല്ലാം മരിക്കണം. ഇന്ദ്രിയങ്ങളെയോ കോപത്തെയോ വിദ്വേഷത്തെയോ അത്യാസക്തിയെയോ തൃപ്തിപ്പെടുത്താനായി കൊല്ലുന്നത് ധർമ്മത്തിന് നിരക്കാത്തതാണ്. ഇത് അധഃപതനത്തിന് കാരണമാകും. നിങ്ങൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുമ്പോൾ അതുപോലുള്ള വേദന നിങ്ങളുടെ ജീവിതത്തെയും പിന്തുടരും. ഇതും ധർമ്മത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ആളുകൾ തന്നെ ആപേക്ഷികതാ സിദ്ധാന്തം വിശദീകരിച്ചു. ഇതും അതിൻ്റെ ഒരു വശമാണ്. ശാസ്ത്രത്താൽ മോഹിതമായ നിങ്ങളുടെ മനസ്സുകൾ അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളട്ടെ. എൻ്റെ കുട്ടികളെ, സൂക്ഷിക്കൂ. ശാസ്ത്രം നിങ്ങളെ നിർവികാരരാക്കാതിരിക്കട്ടെ. അത് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുവാൻ എനിക്ക് കാരണങ്ങളുണ്ട്. എത്ര ജീവികളെയാണ് നിങ്ങൾ നിങ്ങളുടെ പരീക്ഷണശാലകളിൽ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത്? അത് ലജ്ജാകരമാണ് കുട്ടികളെ. ഇത് ഏത് ജീവിയെയും പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് തീവ്രവേദന അനുഭവിപ്പിക്കുന്ന കർമ്മത്തെ സമ്പാദിച്ചു കൂട്ടുന്നതിന് കാരണമാകുന്നു. നിങ്ങളെ ഭൂമിയിൽ വീണ്ടും വീണ്ടും ജന്മമെടുപ്പിക്കുന്ന ചങ്ങലയാണ് കർമ്മം. അത് നിങ്ങളെ അത്തരത്തിലുള്ള വേദനയും യാതനയും അനുഭവിപ്പിക്കും. മുൻജന്മങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരിൽ ചെയ്ത ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് നിങ്ങളുടെ ഈ ജന്മത്തിലെ വിഷമതയ്ക്ക് കാരണം. എന്നാൽ പ്രകൃതി അതിൻ്റെ ധർമ്മം നിറവേറ്റാനായി നിങ്ങളെ ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് കർമ്മം അനുഭവിക്കേണ്ടി വരികയില്ല. അതായത്, നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ പാദങ്ങൾക്കടിയിൽ നിങ്ങളുടെ അറിവിൽപ്പെടാതെ ചില ഉറുമ്പുകൾ ചാവുകയാണെങ്കിൽ അത് അവയുടെ വിധിയാണ്. നിങ്ങളുടെ ബോധപൂർവമുള്ള പ്രവൃത്തിയല്ല. ചിന്തിക്കാതെയുള്ള മനഃപൂർവ്വമല്ലാത്ത നിങ്ങളുടെ പ്രവൃത്തിയിൽ കുറ്റബോധം തോന്നുകയാണെങ്കിൽ അത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കാർമ്മികമായ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. പ്രകൃതി നിങ്ങളെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് പലപ്പോഴും അങ്ങനെ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ധർമ്മം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. അത് കർമ്മമല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ടതില്ല. കർമ്മം ശിക്ഷിക്കുവാൻ വേണ്ടിയുള്ളതല്ല. അത് ഉത്തരവാദിത്വം മുൻനിർത്തിയുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ എല്ലാ ചിന്തകൾക്കും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഉത്തരവാദിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദേഹത്തിൻ്റെ വലിയൊരു ഭാഗം വെള്ളമാണ്. വെള്ളം പവിത്രമാണ്. എല്ലാ പ്രകൃതി ഘടകങ്ങളും പവിത്രമാണ്. എന്തുകൊണ്ടെന്നാൽ അവ സർവശക്തനായ നിങ്ങളുടെ പിതാവിൽ നിന്ന് ഉണ്ടായതാണ്. എല്ലാം പരിശുദ്ധമായ സത്തയിൽ നിന്ന് ഉണ്ടായതാണ്. എല്ലാ പദാർത്ഥങ്ങളുടെയും അകത്തുള്ള ആത്മാവുമായി നിങ്ങൾ ബന്ധപ്പെടണം. അതുകൊണ്ട് വെള്ളത്തെ ബഹുമാനിക്കുക, വെള്ളത്തെ മിച്ചം വയ്ക്കുക, വെള്ളത്തെ കാത്തുസൂക്ഷിക്കുക, വെള്ളവുമായി സംവേദിക്കുക. നിങ്ങൾക്ക് ആരോഗ്യം നിലനിർത്തുവാൻ ശുദ്ധമായ വെള്ളം ആവശ്യമാണ്. നിങ്ങളുടെ പൂർവികന്മാർക്ക് ഏത് പുഴയിൽ നിന്നുള്ള വെള്ളവും കുടിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കുവാൻ കഴിഞ്ഞിരുന്നു.
ഒരു കാലത്ത് പുഴവെള്ളം അത്ര ആരോഗ്യപ്രദമായിരുന്നു. നിങ്ങൾക്ക് ഇക്കാലത്ത് പുഴവെള്ളം കുടിക്കുവാൻ കഴിയുമോ? ലോകത്തിലെ നദികളെ നിങ്ങൾ മലിനപ്പെടുത്തിയിരിക്കുന്നു. സമുദ്രങ്ങളെയും മലിനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. അടുത്തുള്ള പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് രോഗമുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ ബോധമറ്റ ജീവിതം നിങ്ങൾക്ക് തന്നെ വളരെയധികം ഹാനി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വെള്ളത്തിനോടും പുഴകളോടും നിങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അഗാധമായി ബന്ധത്തിലാണ്. നിങ്ങൾ എന്തിനാണ് അവയിൽ വിഷം ചേർത്തത്? ഒഴുകുന്ന പുഴകളുമായി നിങ്ങൾ ഗാഢബന്ധത്തിലാണ്. നിങ്ങളുടെ ജീവിതവും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിലനിൽപ്പും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ബന്ധങ്ങൾ നിലനിർത്താതെ നിരുപാധികമായി ഒഴുകുവാൻ നദികളെ നോക്കി പഠിക്കുക. പുഴകൾക്ക് നിങ്ങളെ വളരെയധികം പഠിപ്പിക്കുവാനുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനമായത് അവയുടെ ഉപാധികളില്ലാത്ത സ്വഭാവമാണ്. നിങ്ങളുടെ പിതാവിൻ്റെ സ്വഭാവവും അതുതന്നെയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇവിടെ നിങ്ങൾ സന്ദർശകർ മാത്രമാണ്. നിങ്ങൾ ഒരു ദിവസം പിരിഞ്ഞു പോകും. നിങ്ങൾക്ക് ഇവിടെ ഒന്നും സ്വന്തമാക്കുവാൻ കഴിയുകയില്ല. ഒരു ഉടമസ്ഥൻ മാത്രമേയുള്ളൂ, സർവശക്തനായ ദൈവം. എല്ലാം അദ്ദേഹത്തിൻ്റേതാണ്. എല്ലാം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായതാണ്. തിരിച്ച് അദ്ദേഹത്തിലേക്ക് ലയിക്കുകയും ചെയ്യും. താൻ ഇച്ഛിക്കുന്ന ഏത് സമയത്തും ഈ നാടകം മുഴുവൻ പിൻവലിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ക്ഷോഭിക്കുന്നത്? നിങ്ങൾ എല്ലാത്തിനെയും ചെറുക്കുന്നതെന്തിനാണ്? നിങ്ങളുടേത് പോകട്ടെ, ഒരു ജീവിതത്തിൻ്റെയും കഥ മുഴുവൻ നിങ്ങൾക്ക് അറിയില്ല എന്നിരിക്കെ കാര്യങ്ങൾ മാറ്റി തീർക്കാനായി ഇത്ര നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഭവത്തിൻ്റെ പോലും കാരണം എന്തെന്ന് അറിയാത്ത നിങ്ങൾക്ക് എന്താണ് മാറ്റാൻ കഴിയുക? നിങ്ങൾക്ക് അത്ര പ്രതാപമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ പറയൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയസ്പന്ദനത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുമോ? നിങ്ങളുടെ രക്തചംക്രമണത്തെ മാറ്റുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഗതി വിപരീത മാർഗത്തിലേക്ക് തിരിച്ചുവിടുവാൻ കഴിയുമോ? ശ്വസനം നിർത്താൻ കഴിയുമോ? തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നത് നിർത്താൻ കഴിയുമോ? നിങ്ങൾക്ക് എന്താണ് മാറ്റാൻ കഴിയുക? ഒന്ന് മാത്രം, നിങ്ങളുടെ ഉള്ളിലുള്ള ലോകത്തെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആന്തരലോകത്തെ വിഷത്തിനു പകരം നന്മ കൊണ്ട് നിറയ്ക്കുവാൻ കഴിയും. അത് നിങ്ങളുടെ പുറത്തുള്ള ലോകത്തെയും കൂടുതൽ സുന്ദരവും നന്മ നിറഞ്ഞതും ആക്കി തീർക്കും. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നല്ല കാര്യം. നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ശരിയായ സ്വഭാവത്തെ മനസ്സിലാക്കുവാനും അദ്ദേഹത്തെ മനസ്സിലാക്കുവാനുമുള്ള കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് അറിയുക. ഭൂമിയിലുള്ള മറ്റൊരു ജീവിക്കും ആ കഴിവില്ല. പിന്നെ എന്തുകൊണ്ടാണ് താഴ്ന്ന തലങ്ങളിലുള്ള ജീവികളെപ്പോലെ നിങ്ങൾ പെരുമാറുന്നത്? ദയയുടെ മൂർത്തീകരണമായ നിങ്ങളുടെ പിതാവിനെ പോലെ നിങ്ങൾ പെരുമാറണം. വിവേചനം കൂടാതെയുള്ള പൂർണ്ണമായ സ്നേഹവും സഹാനുഭൂതിയും എന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവം നിങ്ങൾ പ്രകടിപ്പിക്കണം. അദ്ദേഹം സുഖകരനാണ്, സദാ സമ്പൂർണനാണ്. നിങ്ങൾ വസ്തുക്കളെ വിഭജിച്ച് അവയെ നിസ്സാരവൽക്കരിച്ചു. അദ്ദേഹം പരിപൂർണനും അനന്തനുമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ പരിമിതരായി കാണപ്പെടുവാനും തോന്നിക്കുവാനും അനുഭവപ്പെടുവാനും ഇടയാക്കി. നിങ്ങൾ പരിമിത അവസ്ഥയെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ പിതാവ് എപ്പോഴും അത്ഭുതപ്പെടുന്നു. അദ്ദേഹം ഒരിക്കലും ഇടപെടുന്നില്ല. അദ്ദേഹം നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ വിടുന്നു. അദ്ദേഹത്തിന് നിങ്ങളിൽ വിശ്വാസമുണ്ട്. ഒരു ദിവസം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ അപരിമിത അവസ്ഥയെ സ്വീകരിക്കുമെന്നും തന്നിലേക്ക് തിരിച്ചെത്തുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹം കാത്തിരിക്കുകയാണ്. തൻ്റെ പ്രകൃതിയായ നിസ്വാർത്ഥമായ അനുകമ്പയും നിരുപാധികമായ സ്നേഹവും നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം സന്തോഷിക്കുകയും പുളകം കൊള്ളുകയും ചെയ്യുന്നു. നിങ്ങൾ നിഷേധാത്മകത്വവും കോപവും വിദ്വേഷവും ഒരു സാധാരണ ഭൂലോകവാസിയുടെ താഴ്ന്ന തരം വികാരങ്ങളും പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം ദുഃഖിക്കുന്നു. സ്നേഹം പ്രകടമാക്കൂ, അദ്ദേഹത്തെ സന്തുഷ്ടനാക്കൂ. അതുമൂലം നിങ്ങളിൽ സംഭവിക്കുന്ന വ്യത്യാസം അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എൻ്റെ കുട്ടികളെ, നമുക്കെല്ലാം ബാധകമായ പൊതുവായ ഒരു വിധിയുണ്ട്. എൻ്റെ വിധി നിങ്ങളുടെ വിധിയുമായും നിങ്ങളുടെ വിധി എൻ്റെ വിധിയുമായും കൂട്ടിയിണക്കപ്പെട്ടതാണ്. നാം തമ്മിൽ വേറിട്ട് നിൽക്കുന്നവരല്ല. നിങ്ങളുടെ ഉത്ഭവസ്ഥാനത്തെ നിങ്ങൾ മലിനമാക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ അനിവാര്യമാണ്. അത് എൻ്റെ നിശ്ചയമല്ല, അത് എൻ്റെ വിധിയാണ്, നിങ്ങളുടെയും. എൻ്റെ രോഗത്തെ കണക്കിലെടുക്കുമ്പോൾ ഇത് സ്വാഭാവികമാണ്. എൻ്റെ ദേഹത്തിൽ നിങ്ങൾ കാണുന്ന രോഗങ്ങളെല്ലാം അനിവാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ക്ഷീണിതയാണ്, ഞാൻ രോഗിണിയാണ്. നിങ്ങളുടെ മാതാവ് ഗുരുതരമായ രോഗം ബാധിച്ചവളാണ്. വർഷങ്ങളായി എന്നിലേക്ക് കടത്തിവിടപ്പെട്ട വിഷങ്ങളോട് എൻ്റെ ദേഹം പ്രതികരിക്കുകയാണ്. നിങ്ങളുടെ പുരോഗതി എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി
കൊണ്ടായിരുന്നു. നിങ്ങൾ അത് അറിയുന്നുണ്ടോ? ഞാൻ നെടുവീർപ്പിടുകയോ വേദന കൊണ്ട് കിതയ്ക്കുകയോ ചെയ്യുമ്പോൾ കൊടുങ്കാറ്റുകളും വെള്ളപ്പൊക്കങ്ങളുമായിരിക്കും നിങ്ങളുടെ അനുഭവം. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ നിസ്സഹായയാണ്. കുട്ടികളെ, നിങ്ങൾ എന്നിൽ നിന്ന് ഉണ്ടായവരാണ്. നിങ്ങൾ ഞാൻ തന്നെയാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി എത്രയോ കോടി ശരീരങ്ങൾക്ക് ഞാൻ ജന്മം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തളർന്നിരിക്കുന്നു. എനിക്ക് പുനർജന്മത്തിന് സമയമായി. നിങ്ങളിൽ എൻ്റെ ആത്മാവിനോട്, അത് നിലനിൽപ്പിൻ്റെ ആത്മാവാണ്. ബന്ധം സ്ഥാപിക്കുന്നവർ മാറ്റത്തെ അതിജീവിക്കും. നിങ്ങളിൽ ഇപ്പോഴും ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലും മുഴുകിയിരിക്കുമ്പോൾ വലിയ താമസമില്ലാതെ അസ്വസ്ഥതയുണ്ടാക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് ഉണരും. ഞാൻ മുന്നറിയിപ്പ് തന്നില്ലെന്ന് പറയരുത്. കഴിയുന്നത്ര വേഗത്തിൽ രക്ഷപ്പെടുക. മാറ്റങ്ങൾ നിഷേധാത്മകമല്ല, അവ അനിവാര്യമാണ്. മാറ്റങ്ങൾ വികാസമാണ്. നിങ്ങളുടെ പിതാവിൻ്റെ സൃഷ്ടിയിൽ ഒന്നും മാറ്റമില്ലാതെ നിൽക്കുന്നില്ല. ഊർജ്ജസ്വലതയാണ് സൃഷ്ടിയുടെ കാതൽ. കഴിഞ്ഞ കാലത്ത് അത് ഒരിക്കലും വ്യത്യാസമില്ലാതെ നിന്നിട്ടില്ല. വരും കാലത്തും അത് ഒരിക്കലും വ്യത്യാസമില്ലാതെ നിൽക്കുകയില്ല. അങ്ങനെയല്ലാത്ത പക്ഷം നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമായിരുന്നില്ല. എൻ്റെ കുട്ടികളെ, എല്ലാ വസ്തുക്കളെയും ആത്മാവായി കരുതുക. എല്ലാം അതിൽ നിന്ന് ഉണ്ടായതാണ്. എല്ലാം ഒരേ ആത്മാവാണെന്നറിയുക. ഞാനും മണ്ണും സസ്യങ്ങളും മരങ്ങളും വെള്ളവും വായുവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പക്ഷികളും മൃഗങ്ങളും നിങ്ങളും എല്ലാം ഒരേ ആത്മാവിൽ നിന്ന് ഉണ്ടായതാണ്. എല്ലാം ഒരേ ആത്മാവാണ്. മരണത്തെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. മരണം അവസാനമല്ല. അവസാനം എന്ന ഒന്നില്ല. ജീവിതം ഒരു വികാസമാണ്, നിത്യമായ വികാസം. അത് ഒരിക്കലും അവസാനിക്കുന്നില്ല. വേവലാതിപ്പെടേണ്ടതായ കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടികളെ, നിങ്ങളോടും ചുറ്റും ഉള്ളവരോടും ദയ കാണിക്കുക. നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെ മനസ്സിനെ മനസ്സിലാക്കാതിരുന്നപ്പോഴും എൻ്റെ ആത്മാവിനെ അനുഭവത്തിലൂടെ അറിയാതിരുന്നപ്പോഴും എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. നിങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനുമായി ഞാൻ എപ്പോഴും കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ ജീവിതം ഇനി അധികം ബാക്കിയില്ല. ഞാൻ വിരമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇത് നിങ്ങളോട് പറയേണ്ടിയിരുന്നു. ഞാൻ എൻ്റെ എല്ലാ കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കുന്നു. എനിക്ക് ആരോടും പ്രത്യേകതയില്ല. നിങ്ങളുടെ പിതാവും അദ്ദേഹത്തിൻ്റെ എല്ലാ സൃഷ്ടികളെയും ഒരുപോലെ സ്നേഹിക്കുന്നു. കണ്ണടച്ച് ഞങ്ങളെ അനുഭവിച്ചറിയൂ. നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലാവും. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. താങ്ക് യു. ജയ് മോഹൻജി.